മാർക്കിന്റെ ചോദ്യം 1 മിനിറ്റിൽ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പീരിയോഡിക് ടേബിളിന്റെ ഒരു പോർഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് എലമെന്റ്സിന്റെ സിമ്പിൾ ഒന്നും ഒറിജിനൽ അല്ല കേട്ടോ, ജസ്റ്റ് ABCD എന്ന് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യം എന്താണ്? ഹാലോജൻ ഫാമിലിയിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റുകൾ ഏതാണെന്നാണ്. ഹാലോജൻ ഫാമിലി എന്ന് പറയുന്നത് 17th ഗ്രൂപ്പിലുള്ള ആളുകളാണ് അല്ലെ, അതായത് 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് എമ്മും എന്നും ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം? M and N ആണ് ഹാലോജൻ ഫാമിലിയിൽ വരുന്നത്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ് ആരൊക്കെയാണ്? സംക്രമണ മൂലകങ്ങൾ ആരൊക്കെയാണ്? ഗ്രൂപ്പ് 3 മുതൽക്ക് 12 വരെയിലാണ് നമുക്ക് എന്ത് വരുന്നത്? ട്രാൻസിഷൻ എലമെന്റ്സ് വരുന്നത്. ഈ തന്നിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ഏതാണ്? G and H ആണ് കറക്റ്റ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? ലാർജർ ആറ്റം, ഏറ്റവും വലുപ്പം കൂടിയ ആറ്റം ഏതാണെന്നാണ് അല്ലേ. നമ്മൾ പീരീഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? ലാർജർ ആറ്റംസ് കാണാൻ സാധിക്കുന്നത്. ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്തോ മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ആറ്റം എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഇസ് D ആണല്ലേ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്റ് ദ എലമെന്റ് ഓഫ് ദ ഗ്രൂപ്പ് 1 ഇൻ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദയർ അറ്റോമിക് സൈസ്. ഗ്രൂപ്പ് 1ന്റെ മൂലകങ്ങളെ അവയുടെ അറ്റോമിക വലുപ്പം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത്. ക്ലൂ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നു. ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പ് 1ലെ ഈ എലമെന്റുകളെ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ഞാൻ ചെക്ക് ചെയ്യുന്നതാണ്, ലൈക്ക് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം.